ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ബന്ദിമോചനത്തെ ബാധിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധ്യസ്ഥ രാജ്യമായ ദോഹയിൽ നടന്ന ആക്രമണം അറബ് രാജ്യങ്ങൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. വിവരങ്ങളുമായി ചേരുന്നത് ഐസൻ ജോസാണ്. ഐസൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? വാക്കിലാണ് അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, രണ്ട് വിഷയങ്ങളാണ് ഈ പ്രശ്നത്തിലുള്ളത്. ഒന്ന്, അറബ് രാജ്യങ്ങളുടെ എതിർപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഒരു നയതന്ത്ര പ്രശ്നം ഉദിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് 6 ഹമാസ് ഭീകരരാണ് ദോഹയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദോഹയിലേക്ക് ഇസ്രയേൽ അയച്ച മിസൈലുകളിൽ 6 പേർ കൊല്ലപ്പെട്ടവരിൽ ചിലരെല്ലാം അതായത് 1-2 പേരെല്ലാം തന്നെ അതിലൊരു പ്രധാന വ്യക്തി ഉൾപ്പെടെയുള്ളവർ കൃത്യമായും ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നടപടി ഉണ്ടായത് എന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പരസ്പരം വലിയ വെല്ലുവിളികൾ ഉയർത്താനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ബന്ദികളുടെ മോചനം വൈകുമെന്ന ഒരു ആശങ്ക മുന്നോട്ട് വരികയും ചെയ്തത്. ഈ ബന്ദികളുടെ മോചനം വൈകുമെന്ന ആശങ്ക വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിശദീകരണം ട്രംപ് മാധ്യമ പ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തത്. ശരി ഐസൻ.